ചൂട് കൂടിയതോടുകൂടി കുട്ടികൾക്കെല്ലാം ഇപ്പോൾ ചൂട് കുരുവിൻ്റെ സമയമാണ്. അപ്പോൾ അമ്മമാരൊക്കെ ഇപ്പോൾ ചോദിക്കും, ഡോക്ടറെ ഏത് ലോഷൻ തേച്ചാലാണ് ചൂട് കുരു മാറുക, പൗഡർ ഇട്ടാൽ ഇത് മാറുമോ? അപ്പോൾ എന്താണ് ചൂട് കുരു? അപ്പോൾ അമിതമായിട്ട് വേർക്കുമ്പോൾ വേർപ്പ് ഗ്രന്ഥിയിൽ വരുന്ന ബ്ലോക്ക് കൊണ്ട് കുരുക്കൾ പോകും. അതിനാണ് ചൂട് കുരു എന്ന് പറയുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ കുട്ടികളെ നമ്മൾ എല്ലാ 4 മണിക്കൂർ കൂടുമ്പോഴൊന്ന് വെള്ളം കൊണ്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് മാറ്റി കോട്ടൺ ആയിട്ടുള്ള ലൂസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുക്കുക. വെയിലത്തധികം കളിക്കാൻ വിടാതിരിക്കുക. പൊടിയടി എക്സ്പോഷർ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ക്രീമാ എന്ത് സോപ്പാ എന്നൊക്കെ പല ആൾക്കാർക്കും അറിയാം. അപ്പോൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പൊതുവേ അതൊരു സൂത്തനിങ് എഫക്റ്റ്, താൽക്കാലികമായിട്ടൊരു ചൊറിച്ചിൽ മാറും, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രിക്ലി ഹീറ്റ് എന്നുണ്ട് ഒരുപാട് പൗഡറുകളൊക്കെ അമ്മമാർ വാങ്ങിച്ച് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. കാരണം അതൊരു താൽക്കാലിക ആശ്വാസം എന്നല്ലാതെ ആ ചൂടുകുരു മാറാൻ വേണ്ടി അത് സഹായിക്കുന്നില്ല. അപ്പോൾ ചില പ്രത്യേക കണ്ടീഷൻസിൽ മാത്രം നമുക്കൊരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ തനിയെ മാറുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് ചൂടുകുരു. അപ്പോൾ ചെറിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരിക, കുരുക്കൾ പൊങ്ങി പൊട്ടുക, വല്ലാതെ ചൊറിച്ചിൽ, ഉറങ്ങാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കുട്ടികൾ ഡോക്ടറെ കാണിച്ച് അതിൻ്റേതായിട്ടുള്ള ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അല്ലാതെ വലിയൊരു അസുഖമായിട്ട് ഇത് എടുക്കേണ്ട. ഈ ഇൻഫർമേഷൻ എല്ലാ അമ്മമാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.